നമ്മൾ കളരിപ്പയറ്റിലെ പലപ്പോഴും നമ്മളിപ്പോൾ ഈ വടക്കൻ സമ്പ്രദായത്തിലൊക്കെ വലത്ത് നേരെ, വലത്ത് കോണ്, വീത് ഇങ്ങനെയുള്ള കാൽപ്പയറ്റുകൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കളങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റ് ഇതിലും ചെയ്യാറുണ്ട്. എന്നാലും ഇതിൽ പലപ്പോഴും നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ വലത്ത് നേരെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രാക്ടീസാണ്, അല്ലാതെ അറ്റാക്ക് അല്ലല്ലോ. അറ്റാക്കിന് വേണ്ടിയുള്ള കാലിനെ നമ്മൾ ഒരുക്കലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ വലത്ത് നേരെ നേരെ പോകുന്നതാണ്. അപ്പോൾ അതിനെ കിക്കാക്കി മാറ്റാനൂടെ പഠിക്കണം. ഒന്ന്. രണ്ടാമത് നമ്മൾ അടികളൊക്കെ അടിക്കും, അത് ഏത് ഭാഗത്ത് എങ്ങനെ അടിക്കണം എന്നൊക്കെ നിർബന്ധങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചേറെ കാലങ്ങൾ എടുത്ത് പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ ഇത് വളരെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരടിക്കെതിരെ ഒരു പൂട്ട് എന്നുള്ള രീതി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നടക്കണമെങ്കിൽ ഒരു പൂട്ടിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാദൃച്ഛികമായിരിക്കും, എപ്പോഴും കിട്ടണമെന്നില്ല. എപ്പോഴും കിട്ടുന്ന ഒറ്റ സ്ഥലത്തേ ഉള്ളൂ, നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥലത്ത്. ഒരടി അടിച്ചാൽ നമുക്ക് പിടിച്ച് തട്ടാം, കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആൾ നമ്മുടെ ബന്ധുവോ സുഹൃത്തോ ആയിരിക്കും. അല്ലാതുള്ള അടികൾ കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. ഇപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പഠിച്ചതിനെ ഉപയോഗിക്കാനായിട്ട് മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ പ്രാക്ടിക്കലി വരുമ്പോൾ ഇതൊന്നും നടക്കില്ല. അങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നേരെ വീഡിയോയിലേക്ക്. ഇതിപ്പോൾ നമ്മൾ പെഡലിക്ക് പിടിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കുറച്ചേറെ കാര്യങ്ങളാണ്. സിംഗിൾ ഹാൻഡ് കൊണ്ട് പിടിച്ചടിക്കാൻ ഒരുങ്ങുമ്പോൾ, രണ്ട് കൈകൾ കൊണ്ട് പിടിക്കുമ്പോഴൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന കളികളിൽ ചെയ്യുന്ന ടെക്നിക്കുകളാണ്. ഇത് പഠിപ്പിക്കാൻ എളുപ്പമാണ്. പഠിക്കുന്ന ആൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇത് പഠിച്ചു എന്ന് തോന്നുകയും ചെയ്യും. പക്ഷെങ്കിൽ ഇത് പ്രാക്ടിക്കലി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ, നല്ല അടി കണ്ടിന്യൂസ് വരുമ്പോൾ ഇങ്ങനെ ഒരാൾ പിടിച്ചു വെച്ച് അടിക്കില്ല, കണ്ടിന്യൂസ് അടി വരും. അപ്പോൾ ഇതൊന്നും നടക്കാതെ വരും. ആ സമയങ്ങളിൽ ഈ അഭ്യാസങ്ങളെക്കാൾ കൂടുതൽ മറ്റു ചില കാര്യങ്ങളായിരിക്കും റിസൾട്ട് കിട്ടുക. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ഭംഗിയായിട്ട് ഏറ്റവും അപകടകരമായിട്ട് കിക്കുകൾ ചെയ്യണമെങ്കിൽ നല്ല തരത്തിലുള്ള പ്രാക്ടീസുകൾ വേണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട്. ഇതിനെയും എന്താണ് എന്നിട്ട് പ്രാക്ടീസ് നമ്മൾ വരേണ്ടതെന്നുള്ളത് വളരെ സ്ലോ മോഷൻ കാണിച്ചു തരാം. അങ്ങനെ കൂടെ ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടുകൾ അതിനകത്ത് കിട്ടത്തുള്ളൂ. ഓക്കെ.
മാർഷൽ ആർട്ടുകളിൽ ബെൽറ്റുകൾ സാക്ഷികളൊക്കെ ചെയ്യുമ്പോൾ ഈ ടൈപ്പ് ഓഫ് സ്കില്ലുകളാണ് ഇമ്പോർട്ടൻസ് ഇൻ്റർനാഷണൽ ലെവലിൽ. എന്തൊക്കെ കഴിവുകളാണ് ഒരു വ്യക്തിക്കുള്ളത്. ഇപ്പോൾ ജമ്പിങ് സ്കിൽസ് ഉണ്ട്, ഡൈവിങ് സ്കിൽസ് ഉണ്ട്, പഞ്ചിങ് സ്കിൽസ് ഉണ്ട്, കിക്കിംഗ് സ്കിൽസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടിയിട്ടാണ് ഒരു മാർഷൽ ആർട്ടിസ്റ്റിനെ നമ്മൾ വിലയിരുത്തുന്നത്. അല്ലാതെ നമ്മൾ കുറച്ചേറെ സബ്ജക്റ്റുകൾ സിലബസുകൾ ഉണ്ടാക്കി നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ക്വാളിറ്റി കീപ്പ് ചെയ്യണം. ക്വാണ്ടിറ്റി അല്ല ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്, ക്വാളിറ്റിയാണ്. ക്വാണ്ടിറ്റി വേണം എപ്പോഴാണ് മുന്നോട്ടുള്ള പഠിത്തങ്ങൾ, അതായത് ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞുള്ള പഠിത്തങ്ങളിൽ ഫസ്റ്റ് ഡാൻ സെക്കൻഡ് ഡാൻ അങ്ങനെ വരാറില്ലേ, അല്ലെ സ്റ്റാർ, ഫസ്റ്റ് സ്റ്റാർ സെക്കൻഡ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. ഇതെല്ലാം ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പം ഞാൻ പഠിക്കാൻ പോയ സമയത്ത് മർമ്മ ഞാൻ 98 പഠിച്ചിറങ്ങിയതിന് ശേഷമാണ് ചിദംബരമൊക്കെ തമിഴ്നാടൊക്കെ പോയി പഠിക്കണത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, നമ്മൾ പഠിച്ചതായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ അവർ ചോദിച്ചത്. കാരണം മർമ്മക്കുറവഞ്ചിയൊക്കെ അറിയാമെന്ന് ചോദിച്ചു, എനിക്കറിയില്ലായിരുന്നു അതിനെക്കുറിച്ചൊന്നും. പിന്നീട് അവിടെ നിന്നാണ് പഠിക്കണത്. ഇപ്പോൾ 98 നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മർമ്മയിൽ ബെൽറ്റ് സിസ്റ്റം ഉണ്ടെന്ന് അറിഞ്ഞ് ബെൽറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. ബെൽറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുന്നത് 2 days കോഴ്സായിട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിനകത്ത് കുറച്ചേറെ മർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പഠിച്ച് നമുക്ക് അതിൻ്റെ ഒരു ഹയസ്റ്റ് ബെൽറ്റ്, അതായത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മളൊക്കെ ആഗ്രഹിച്ചില്ല, റെഡ് ബെൽറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം, അത് പഠിക്കാനാണ് ചെന്നത്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാതാണ് പലപ്പോഴും നമ്മുടെ ഈ ചാനലിന് താഴെ വന്ന് എഴുതുന്നത് എന്നുള്ളതാണ് സത്യം. സത്യം എന്താണെന്ന് വെച്ചാൽ റെഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അതിനകത്ത് ബാക്കിയുള്ള സിലബസുകൾ. റെഡ് എന്ന് പറയുമ്പോൾ എൻ്റെ സ്കില്ല് ഞാൻ കാണിച്ചിട്ടാണ് ബെൽറ്റ് തരുന്നത്. ഇപ്പോൾ യോഗ അങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് എക്സ്പേർട്ട് ആയതുകൊണ്ട് അങ്ങനെയാണ് ബെൽറ്റ് കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞാണ് നമ്മൾ അറിയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് സിലബസ് വ്യക്തമല്ല, കൃത്യമായ ഒരു സിലബസിലല്ല പോകുന്നത്. അപ്പോൾ അങ്ങനെ സിലബസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. കാരണം നമ്മൾ പെട്ടെന്നൊരു ബെൽറ്റ് കൊടുത്താൽ അതിന് വില ഉണ്ടാവില്ല. അപ്പോൾ വന്ന് നിൽക്കുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ നിമിഷ നേരം കൊണ്ട് ബെൽറ്റ് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഈ ബ്ലാക്ക് ബെൽറ്റിൻ്റെ റെഡ് ബെൽറ്റിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും? ജപ്പാനിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരാൾ മരിക്കാൻ നേരത്തായിരിക്കും അവർക്ക് റെഡ് ബെൽറ്റ് കിട്ടുന്നത്. അയാളുടെ കഴിവുകൾ മുഴുവൻ അയാൾ കാണിച്ച് ടെസ്റ്റെല്ലാം പാസ്സായി ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞാണ് റെഡ് കിട്ടുക. ഇതിപ്പോൾ കേരളത്തിൽ നമുക്ക് പെട്ടെന്ന് റെഡ് കിട്ടാനായിട്ടുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ ഇടിച്ചു കയറുകയാണ്. 2 ദിവസം കൊണ്ട് ബ്ലാക്ക്, അടുത്ത 2 ദിവസം കൊണ്ട് തേർഡ് ഡാന്, ഫോർത്ത് ഡാന്, ഫിഫ്ത്ത് ഡാന്, അങ്ങനെ ഏകദേശം കണക്ക് കൂട്ടിക്കഴിഞ്ഞ് ഇത്ര വെച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ റെഡ് കൊടുക്കണം. അപ്പോൾ ഞാനിതിനെ കുറിച്ച് എതിർത്തു. ഇതാണ് സംഭവം, അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം അത് നമ്മുടെ ക്വാളിറ്റി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനകത്തുനിന്ന് വെളിയിലായി, ഞാൻ മാറി അവിടെ. അപ്പോൾ റെഡ് ബെൽറ്റ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ബെൽറ്റാണ്. അപ്പം എൻ്റെ ഡിഗ്രിയേക്കാൾ കൂടുതൽ ഒരു ഡിഗ്രി വേണമല്ലോ, എന്നല്ല ഞാൻ എൻ്റെ താഴെയാവുള്ളൂ. അതിനുവേണ്ടി 2 ബെൽറ്റുകൾ ഉണ്ടാക്കിയ ആശാന്മാർ കേരളത്തിലുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കാതാണ് പുതിയ കുട്ടികൾ വന്നിട്ട് നമ്മുടെ ചാനലിൻ്റെ താഴെ വന്ന് എഴുതി വെക്കുന്നത്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ പറഞ്ഞത് ക്വാളിറ്റി കീപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആരെ എതിർത്തല്ല സംസാരിച്ചത്. ഇപ്പോൾ കളരിയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളരിയിലുണ്ട്. ഇത് നിങ്ങൾ പഠിക്കുന്ന സംഗതികളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഇത് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു പക്വമായ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ഡെമോ ചെയ്യേണ്ടി വരികയോ റോഡിൽ ഒരു അടി ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. റോഡിൽ അടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുണ്ടായിസം കാണിക്കുക എന്നുള്ള അറിയില്ല. നമുക്കെതിരെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനകത്തുനിന്ന് രക്ഷപ്പെടാനാണല്ലോ ഇതൊക്കെ ചെയ്യണത്. ഇത് പ്രാക്ടിക്കലായിട്ട് നടക്കുമോ എന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള പെർഫോമൻസുകൾ ആണ് ഒരു യഥാർത്ഥത്തിൽ ഒരു ക്വാളിറ്റി ഉള്ള ഒരു മാസ്റ്ററിനെ നമ്മൾ സൃഷ്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് അന്തർദേശീയ നിലവാരത്തിൽ. റെഡ് ബെൽറ്റ് കഴിഞ്ഞുള്ള ബെൽറ്റുകൾ ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ വേണമെങ്കിൽ നമുക്ക് സിൽവറും ഗോൾഡും ഒക്കെ അടിച്ച് കെട്ടാം. അത് നമ്മൾ ഈ അക്വേറിയത്തിൽ ഗോൾഡ് ഫിഷിനെ വളർത്തുന്ന പോലെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. പഠിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബെൽറ്റ് അല്ല വലുത്, സർട്ടിഫിക്കറ്റിനേക്കാൾ വലുത്. അതൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അത്യാവശ്യം ഘട്ടങ്ങളിൽ മാത്രമേ ഉപയോഗമുള്ളൂ. ഏതാണ് വല്ലപ്പോഴും മാത്രം വല്ല ലൈസൻസ് എടുക്കാനോ അതുപോലെ തന്നെ വല്ല പോലീസ് പെർമിറ്റ് ഒക്കെ എടുക്കാനാണ് നമ്മൾ വരുന്നത്. പോലീസ് പെർമിറ്റ് എന്താ എടുക്കുന്നത് വെച്ചാൽ ഈ പഠിക്കുന്ന ആൾക്ക് ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് അയാൾ ശരിക്കും നല്ലതായിട്ട് ഒരാളെ എന്ത് ചെയ്യാനും റെഡി ആയിട്ടുള്ള ഒരാളായിരിക്കും. അയാൾ ഒരിക്കലും സമൂഹത്തിന് പ്രശ്നമാകരുതെന്ന് കരുതിയിട്ടാണ് ഇതിനൊരു നിയന്ത്രണം ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു നിയമം എന്ന് പറയുമ്പോൾ നിയമ വിധേയമാകുക അല്ലെ നിയമവിധേയനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തോട് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരോട് നമ്മൾ കാണിക്കുന്ന ഒരു റെസ്പെക്റ്റാണ്, അനുസരിക്കലല്ല. മനസ്സിലായി? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവിൽ മനസ്സിലാക്കലും നല്ല രീതിയിൽ ആയോധനകലയെ നമ്മൾ പൊന്നുപോലെ കൊണ്ടു നടക്കലും അത് കൃത്യമായി ആൾക്കാരിലേക്ക് എത്തിക്കലും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ ഓരോ സാക്ഷിനും അല്ലെ ഓരോ ബെൽറ്റിനും അതിൻ്റെതായ ചില നിയന്ത്രണങ്ങൾ വേണം. ഇപ്പോൾ ഒരു കാല് ഇത്ര വരെ പൊങ്ങണം, അല്ലെങ്കിൽ ജമ്പ് ചെയ്യുമ്പോൾ ഇന്ന സ്കില്ലുകൾ വേണം. അപ്പോൾ അങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് അന്തർദേശീയ നിലവാരത്തിൽ ഈ ബെൽറ്റ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ 10 പൂട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബെൽറ്റ് വേണേൽ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ആ പൂട്ടിലേക്ക് എത്താൻ വേണ്ടുന്നതാണ് കളരി. നമ്മൾ പറയത്തില്ല 10-12 വർഷം എടുക്കുമെന്ന് പറയാറുണ്ട്. എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ടൈപ്പ് ഓഫ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് വന്നതിന് ശേഷം മാത്രമേ മർമ്മ പഠിപ്പിക്കാവൂ.
അപ്പം നേരിട്ട് മർമ്മ പഠിച്ചിട്ട് കണ്ടു നിൽക്കുന്നവർക്ക് ബെൽറ്റ് കൊടുക്കുകയും ഇനി നമുക്കൊരു തേർഡ് ഡാനും ഫോർത്ത് ഡാനും ഒക്കെ നേരിട്ട് കാണാത്ത ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് എതിർക്കപ്പെടേണ്ടതല്ലേ? ഇത് സ്നേഹം കൊണ്ടാണ് പറയുന്നത്, അല്ലാതെ ഒരിക്കലും ഈ കലയെ നശിപ്പിക്കാതിരിക്കാനും അടുത്ത തലമുറയ്ക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളത് ഉൾക്കൊള്ളുക, ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന മൂഢസ്വർഗത്തിൽ വിശ്വസിക്കുക തന്നെ ചെയ്യാം. ശരിയല്ലേ? നമുക്ക് മര്യാദയ്ക്ക് പോകുന്നതും വളരെ ശാന്തമായി ജീവിക്കുന്നതാണ് ഇഷ്ടം. അതാണ് എപ്പോഴും നമ്മൾ മാർഷൽ ആർട്ടിൽ പറയാറുള്ളത്. പലപ്പോഴും ഈ ഒരു ഗ്രൂപ്പിനകത്ത് വിടുന്ന ആൾക്കാർ വന്ന് താഴെ വന്ന് കമന്റ് എഴുതുന്ന സമയത്ത് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ, മനുഷ്യനെന്ന് പറഞ്ഞാൽ പ്രതികരിക്കുന്ന ഒരു രീതി തന്നെയാണല്ലോ. അപ്പം അങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ പ്രതികരിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സൈലൻസ് കീപ്പ് ചെയ്യുക, നന്നായിട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും അവനവൻ പഠിപ്പിക്കാൻ നമുക്ക് തെറ്റുകളില്ല. പക്ഷെ അകത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എന്താണെന്ന് അറിയിക്കൽ. എൻ്റെ നേരെ വരുന്നൊരു കയ്യ്, ആ ഒരു വിരൽ നിങ്ങൾ ചൂണ്ടുമ്പോൾ ബാക്കി 3 വിരലുകൾ നിങ്ങളുടെ നേരെ ഉണ്ട്, അത് മറന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ട് അത് പറയേണ്ടി വരും എനിക്ക്. അതുകൊണ്ട് സ്കില്ല് ഒന്നും പറയണ്ട, സ്കില്ല് നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്ത് കാണിക്കണം. അതിന് പറ്റുന്ന ഒരുപാട് കളരി ഗുരുക്കന്മാരും കളരി ശിഷ്യന്മാരും ധാരാളം ഉള്ള നാടാണ് കേരളം. എനിക്ക് നന്നായി അറിയാം. അവരാരും ആവശ്യമില്ലാത്ത ഒരു മെസ്സേജുമായിട്ട് വരില്ല. കാരണം എന്താണ്? നിറകുടം തുള്ളുമ്പില്ല. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.